ഹായ് ഗൈസ്, ഇന്ന് ഞാൻ വീഡിയോ ഇടാൻ നമുക്കൊരു 5 മണിത്താറാവുണ്ട് ഫാമിൽ. അപ്പോൾ ഫാം എന്ന് പറയുന്നില്ല, വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് 5 താറാവിനെ വളർത്തുന്നുണ്ട്. ഞാൻ വാങ്ങിച്ചിട്ടാ, വീട്ടുകാർക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല, ഞാൻ തന്നെ നോക്കുന്ന കാര്യം. പക്ഷേ ഞാനിപ്പോൾ പഠിക്കാൻ പോവാം. അപ്പം ഇവിടെ സീൻ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പട്ടി പിടിക്കുന്നു താറാവിനെയൊക്കെ വന്നു. മതിലുണ്ട്, നമുക്ക് വളർത്താൻ കൂടെ എല്ലാ സെറ്റപ്പും ഉണ്ടായിട്ട് പോലും മതിൽ അഴിച്ചു വിടുമ്പോൾ മതിൽ ചാടി വന്ന് പട്ടി പിടിക്കുന്നു. നമ്മളിപ്പോൾ വളർത്തിക്കഴിഞ്ഞപ്പോൾ പട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ചേഞ്ച് വരുത്താൻ വേണ്ടി പോവാണ് ഇവിടെ കൂട്ടിൽ. നമ്മളിപ്പോൾ വളർത്തിക്കൊണ്ടിരുന്ന സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പണ്ടൊരു ഡോഗ് ഫാം ഉണ്ടായിരുന്നു. അപ്പോൾ ഷീറ്റൊക്കെ ഇട്ട് ഫെൻസ് ചെയ്ത് ഒരു കോമ്പൗണ്ട്, ഇങ്ങനൊരു കോമ്പൗണ്ട്, അതിനകത്ത് ഡോഗ്സിനെ ഓരോന്നിനെ ഇട്ടിരുന്ന കൂടെ. അപ്പം അതിലൊരു കേജ് യൂസ് ചെയ്താണ് നമ്മൾ വളർത്തി. അപ്പം 6 താറാവിന് ഇതിനകത്താണ് എടുത്തത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് തറയോടാണ്. അവിടെ വെള്ളം ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ 6 താറാവ് ഈ തറയോടെ തന്നെ കിടന്ന് അവർ കാഷ്ടിക്കുമ്പോഴേക്ക് സ്മെല്ല് വരും. അപ്പോൾ ഞങ്ങളുടെ വീട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി സ്മെല്ല് വന്നു കഴിഞ്ഞാൽ, പട്ടി വളർത്തുമ്പോഴേ സൗണ്ടോ സ്മെല്ലോ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇഷ്ടമല്ല. ഞാനത് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും ആ മതിൽ കയറിയപ്പോഴും പട്ടി വരുന്നത് അതുകൊണ്ട് ആ മതിൽ ഹൈറ്റുണ്ട്. നമ്മുടെ താറാവന്മാരവിടെ കുളിച്ചിട്ട് നിന്ന് പൂടയൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. ആ മതിൽ അടിയപ്പോഴും പട്ടിയെല്ലാം ഇങ്ങോട്ട് ചാടി കയറി വരുന്നത്. അപ്പം നമ്മളുള്ളപ്പോൾ ഇവരെ ഇവിടെ അഴിച്ചു വിടാം, അവർക്കവിടെ കുളിക്കാൻ തൊടിയും വെള്ളമൊക്കെ ഉണ്ട്. പക്ഷേ ഇല്ലാത്തപ്പം എന്ത് ചെയ്യും എന്നുള്ളതാണ് പ്രോബ്ലം. അപ്പം ഞാൻ നോക്കിയിട്ട് നമ്മുടെ ഈ പൂളിൻ്റെ സെറ്റപ്പ് കണ്ടോ, നമുക്കിവിടെ ഫുള്ള് ഫെൻസിങ് ഉണ്ട്. ഇവിടെ കോൺക്രീറ്റഡ് ആണ്. പിന്നെ നമുക്ക് മേളിൽ റൂഫിങ്ങും ഉണ്ട്. അപ്പം ഞാൻ ആലോചിച്ചത്, എന്തുകൊണ്ട് ഈ ഒരു ഏരിയ, അതായത് ഈ വെളിയിൽ കാണുന്ന ഈ ഒരു ഏരിയ അഴിച്ചു വിടാൻ യൂസ് ചെയ്തിട്ട് അതവർക്ക് നെസ്റ്റിങ്ങിന് വേണ്ടി മുട്ടയിടാനും ഒക്കെ ആക്കാം. കാരണം ഈ ഒരു നെറ്റും ഫെൻസും എന്താകത്തൊരിക്കലും പട്ടീനകത്ത് കയറി വരാൻ പോകുന്നില്ല. പിന്നെ ഇത്രയൊരു ഏരിയയിൽ ഞാൻ വെച്ച് മണ്ണിട്ട് കഴിഞ്ഞാൽ ഇത്രയൊരു ഏരിയയിൽ, ഇത്രയും വെൻറ്റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയയിൽ ഇത് കാശ് വെച്ചാലും ഒരിക്കലും 6 താറാവേ ഉള്ളൂ. ഇത്രയൊരു വെൻറ്റിലേറ്റഡ് ഏരിയയിൽ ഇത്രയും മണ്ണും ഇട്ട് ഡ്രൈ ആയ അറ്റ്മോസ്ഫിയർ ഒരു കാശ് പ്രശ്നം വരില്ല. പക്ഷേ അതേ ഒരു കൂട്ടിനകത്ത് വെൻറ്റിലേഷൻ ഇല്ല, തറയോട് മാത്രം. അപ്പോൾ അതിൽ 6 താറാവ് കാശിക്കുമ്പോഴാണ് സ്മെല്ല് വരുന്നത്. അപ്പോൾ ഞാൻ പക്ഷേ ഇത്ര ഏരിയ മണ്ണിട്ട് ഇവരെ ഇതിനകത്ത് ഫുൾ ടൈം വിട്ടിട്ട് അതവരുടെ നെസ്റ്റിങ് ആക്കുക. നമ്മുടെ ഇവിടെ എന്തായാലും ഇവിടെ ഓപ്പണാണ്, ഈ ഒരു ഏരിയ ഓപ്പണാണ്. അപ്പോൾ എന്തായാലും മരപ്പെട്ടിയൊന്നും ഇല്ല, പണ്ട് മുതലേ ഇല്ല. അപ്പുറം ഇപ്പുറം വീടുമായി, പണ്ടത്തെ പോലെ പറമ്പൊന്നുമില്ല, വീടൊക്കെ ആയി. അപ്പം ഒന്നിനും കയറി വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ 10 ദിവസത്തെ ലീവിന് നാട്ടിൽ വന്നേക്കാം. ഞാൻ വെളിയിൽ പഠിക്കുകയാണ്. അപ്പം എന്നോട് പറഞ്ഞിരുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പട്ടിശല്യം ഉണ്ടെന്ന് പറഞ്ഞത്, ഞാൻ വന്ന ദിവസം തന്നെ അഴിച്ചു വിട്ടു. 2 എണ്ണത്തിനെ പട്ടി കടിച്ചുകൊണ്ട് പോയി. പക്ഷേ ഭാഗ്യത്തിന് പട്ടിയുടെ വായിൽ നിന്ന് കിട്ടി, 2 രക്ഷപ്പെട്ടു. അപ്പോൾ ഇവിടെ ഇത് വളർത്താൻ പറ്റത്തില്ല, എല്ലാത്തിനെയും വിറ്റോളാനാണ് എന്നോട് വീട്ടിൽ നിന്ന് പറഞ്ഞത്. അപ്പം തിരിച്ച് ബാംഗ്ലൂർ പോകുന്നതിന് മുമ്പ് ഇവർക്ക് ഈ ഒരു സെറ്റപ്പ് ആക്കി ഞാൻ കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത്ര ഏരിയ മണ്ണ് നിറയ്ക്കണം. അപ്പോൾ ഇതൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും കണ്ടുമുട്ടി ചെയ്യാൻ പോവാം. കൂടെ നമ്മുടെ എഡ്ഡുകുട്ടൻ വന്നിട്ടുണ്ട്. എല്ലാം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കി കിടക്കുക. എന്നോട് എന്ത് വായിച്ചൊരു വ്യത്യാസമൊക്കെ വരുത്തുന്നതെന്ന്. ഇതാണ് നമ്മുടെ കേജ്. ഇതിപ്പോൾ അടുത്ത ദിവസമായി. ഇന്ന് നമ്മൾ കുറച്ചുകൂടെ ഏരിയ നമ്മൾ മണ്ണിട്ട് നിറച്ചിട്ടുണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് ഒരു 3/4 ഏരിയയോളം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് പാർട്ടൂടെ മതി. ഇപ്പോൾ കാണിച്ചു തരാം. ഇത്ര ഏരിയ ഫുള്ളും മണ്ണിട്ട് സെറ്റ് ചെയ്തു. ഇനി ഈ ഒരു കുറച്ച് അടിവശവും പിന്നെ അവിടെ ഈ കോർണറും പിന്നെ ഇവിടെയും കുറച്ച് ഏരിയ ഉണ്ട്. അവിടെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, അത് റിമൂവ് ചെയ്തിട്ട് അവിടെയും നിറയ്ക്കും. അത് നമ്മൾ മണ്ണിട്ട് കൊണ്ടിട്ടിട്ട് പിന്നെ നമ്മുടെ പിന്നെ പല്ലി നിറം അതിട്ട് നമ്മളെല്ലാം വലിച്ച് സെറ്റ് ചെയ്ത് ഈക്കിലാക്കും. പിന്നെ വലിയ വലിയ കല്ലും കട്ടയൊക്കെ ഉള്ള റിമൂവ് ചെയ്യണം. ഇന്നലെ കൊണ്ട് നമ്മൾ താറാങ്കോട് ഫുള്ള് മണ്ണിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എല്ലാ കോർണറും ഇട്ട് റെഡിയാക്കി
വലിയ വലിയ കല്ലും കട്ടയും പീസും എല്ലാം നമ്മൾ എടുത്ത് കളഞ്ഞ് അപ്പോൾ സെറ്റ്. ഇനി ഇവരെ ഇതിനകത്ത് സേഫായിട്ട് അഴിച്ചു വിടാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം പകൽ സമയത്ത് മണ്ടയ്ക്കൊന്നും മരപ്പെട്ടി ശല്യങ്ങളൊന്നും വരുത്തില്ല. മരപ്പെട്ടിയൊന്നും അല്ലെങ്കിൽ ഇവിടെ ഇല്ല, നമുക്കറിയില്ല. ഇത് രാത്രി എന്തായാലും നമ്മൾ ഇത് കയറ്റി ക്ലോസ് ചെയ്തിടും. അപ്പം ഇതിനകത്ത് അല്ലേ തറയോടാണ്. അപ്പം നമ്മൾ ഇതിനകത്തൂടെ മണ്ണിട്ടാലോ എന്നുള്ള ആലോചനയാണ്. കാരണം സ്റ്റിൽ രാത്രി ഫുൾ ഇതിൽ കിടക്കുമ്പോൾ ഇതിലായിരിക്കുമല്ലോ കാഷ്ടിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു കഴിയേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി അതിനകത്തൂടെ മണ്ണിട്ടാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് താറാവുകളെ വെള്ളത്തിലോട്ട് വിടാം. അവിടെ തൊടിയുണ്ട്, തൊടിയിൽ പന്ന വെള്ളം, നമുക്കതൊന്ന് മാറ്റി പുതിയ വെള്ളമാക്കി ഫ്രഷ് ആക്കി വരെ നീന്താൻ വിടാം. ഒരു കോഴിക്കുട്ടനുണ്ട്, ഒരൊറ്റ ഒരാൾ, 3 പേരായിരുന്നു. ഒരാളെ കുഞ്ഞിലെ തന്നെ കാക്ക പിടിച്ചുകൊണ്ട് പോയി കൂട്ടിക്കിടന്ന്. ഇവിടെ ഒരു വന്ന കാക്കയുണ്ട്. ഇതേലെ താറാവുകളിലും 8 പേരായിരുന്നു, 2 എണ്ണത്തിനെ കാക്ക കൊല്ലുമായിരുന്നു. അപ്പം കൂട്ടിക്കയറ്റേ കയറിക്കും ഇഷ്ടപ്പെടാം. ഇവരെ കയറ്റാൻ വലിയ പാടും കാര്യമൊന്നുമില്ല. സാധാ താറാവിനെ അപേക്ഷിച്ച് എനിക്കെപ്പോഴും ഏറ്റവും ഇഷ്ടം ഈ മണിത്താറാവിനെ തന്നെ. കാരണം ഒന്ന് സൗണ്ടില്ല. മറ്റേ താറാവുകൾ മറ്റേ സൗണ്ട് ഉണ്ടാക്കി എപ്പോഴും തുടങ്ങി. ഇവർക്ക് ഇതാണ് ഇവരുടെ സൗണ്ട്. അത് ഈ കുഞ്ഞിനേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. കുറച്ച് കഴിയുമ്പോൾ ഇതും അങ്ങ് നിൽക്കും. ഈ നൈസ് സൗണ്ടേ ഉള്ളൂ. പിന്നെ വലിയ ഓട്ടവും ചാട്ടവും ഒന്നുമില്ല. എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് പോയി ഇരുന്നോളൂ. എവിടെയെങ്കിലും പോയി നിർത്തി കഴിഞ്ഞാൽ അപ്പം ഉണങ്ങിയിരിക്കും കൂട്ടത്തോടെ. ചിലപ്പം ബഹളവും ഇല്ല, മുട്ടയിടും. പിന്നെ സാധാ താറാവുകൾ ഒരിക്കലും അടയിരിക്കുകയില്ല. ഇവർക്ക് ആ ഒരു ഫീച്ചറുണ്ട്, അടയിരുന്നോളും. അടയിരുന്ന് അവരുടെ കുഞ്ഞുങ്ങളെ അവർ വിരിയിച്ചെടുത്തോളും. അവർ കയറി, കോഴിക്കുട്ടൻ കയറിയിട്ടില്ല, കോഴിക്കുട്ടനെ കയറ്റിയിട്ട് നമുക്ക് പോകാം. പോയി കയറാം. നല്ല സ്ഥലം പറഞ്ഞാൽ പോയി കയറിക്കും എടുക്കാൻ. കണ്ടോ, ഞാൻ വരില്ല, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും.